വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യം. യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എക്കണോമി. ഹാപ്പിനെസ് ഇൻഡെക്സിൽ ടോപ്പ് ഫൈവിലുള്ള രാജ്യം. പോരാത്തതിന് ഡിപ്പെൻഡന്റ് ഫ്രണ്ട്ലിയും ഏറ്റവും മികച്ച വർക്ക് ലൈഫ് ബാലൻസും. ഇതെല്ലാം സ്വീഡന്റെ പ്രത്യേകതകളാണ്. രാജ്യം വിടാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനെയും അട്രാക്ട് ചെയ്യുന്ന എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ നിലവിൽ സ്വീഡനിലേക്ക് പോകുന്നതിനെ പിന്തിരിഞ്ഞു നിൽക്കുന്നത്? മാത്രമല്ല, കറന്റ് ഇവിടെ ജീവിക്കുന്ന ഇന്ത്യക്കാർ എന്തുകൊണ്ടാണ് തിരിച്ച് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കോ പോകാൻ നിർബന്ധിതരാകുന്നത്? അതിന്റെ കാരണങ്ങളും കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് സ്വീഡനിൽ വന്ന മാറ്റങ്ങളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു നോർഡിക് മല്ലു വൈബ്സ്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഈ ഒരു റിവേഴ്സ് മൈഗ്രേഷന്റെ പുറകിലുണ്ടെങ്കിലും പ്രധാനമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നത് സ്വീഡനിൽ വന്നിട്ടുള്ള സഡൻ പോളിസി ചേഞ്ചസും വർക്ക് വിസ റിക്വയർമെന്റിൽ വന്ന മാറ്റങ്ങളുമാണ്. 2024 സ്വീഡനിലേക്ക് വന്ന ഇന്ത്യൻസിനേക്കാൾ കൂടുതൽ സ്വീഡനിൽ നിന്ന് തിരിച്ചുപോയ ഇന്ത്യക്കാരാണ് കൂടുതൽ. 2023 കണക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 171% വർധനവാണ് 2024 വന്നിട്ടുള്ളത്. മാത്രമല്ല, ഈ ഒരു കഴിഞ്ഞ 6 മാസ കാലയളവിൽ ഏകദേശം 2900-ഓളം ഇന്ത്യക്കാർ സ്വീഡനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട്. മുൻപ് പറഞ്ഞ പോലെ തന്നെ വർക്ക് വിസ റിക്വയർമെന്റിലും പി ആറിന്റെ കാര്യങ്ങളിലും വന്ന മാറ്റം തന്നെയാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം. വർക്ക് വിസയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ 2010 ടു 2023 നവംബർ കാലഘട്ടത്തിൽ വെറും 13,000 സ്വീഡിഷ് ക്രോണ സാലറി ഉള്ള ഒരാൾക്ക് വർക്ക് വിസയിൽ അപ്ലൈ ചെയ്യാമായിരുന്നു. അത് ഏത് ടൈപ്പ് ജോബ് ആയിക്കോട്ടെ അപ്ലൈ ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ 2023 ഡിസംബറിൽ അത് കുത്തനെ ഉയർത്തി ഏകദേശം 27,360 സ്വീഡിഷ് ക്രോണ ആക്കി മാറ്റി. നിലവിൽ അത് 30,000 ക്രോണയോളാണ് റിക്വയർമെന്റ് വരുന്നത്. ഇതിനൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രൊഫഷണൽ ജോബ് ആയിരിക്കണം. അൺസ്കിൽഡ് ജോബ്സിൽ ഇത്രയും സാലറി ഒരു കമ്പനിയും പ്രൊവൈഡ് ചെയ്യൂല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർക്ക് വർക്ക് വിസയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വന്നു. മാത്രമല്ല, ഈ ഒരു വർക്ക് വിസ റിന്യൂവൽ ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഫാമിലീനെ കൊണ്ടുവരുന്നതിലുള്ള കാര്യങ്ങൾ കുറച്ച് ടൈറ്റൻ ചെയ്തു. അതും ഇന്ത്യക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അഫക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ പി ആറിൽ വന്ന ചേഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് 5 ഇയർ മതിയായിരുന്നു പി ആറിലേക്ക് അപ്ലൈ ചെയ്യാൻ. നിലവിൽ അത് 8 ഇയേഴ്സിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പിന്നെ സിവിക് ടെസ്റ്റ്, ലാംഗ്വേജ് ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളും നിർബന്ധമാക്കാൻ പോവാണ്. അത് കൂടാതെ നമുക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ സ്വീഡനിലോ വേറെ ഏത് രാജ്യത്തോ ഒരു ഡബ്സോ അല്ലെങ്കിൽ ഒരു ക്രൈം റെക്കോർഡ്സോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതും സ്ട്രിക്റ്റനായിട്ട് അവർ അപ്ലൈ ചെയ്യാൻ പോവാണ് ഇനി. അതുകൂടാതെ ഈ കഴിഞ്ഞ ഏപ്രിൽ തൊട്ട് സിറ്റിസൺഷിപ്പ് അപ്രൂവലും സ്വീഡിഷ് ഗവൺമെന്റ് ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ്. കഴിഞ്ഞ വർഷം ഏകദേശം വെറും 25 ഇന്ത്യൻസിനാണ് സ്വീഡിഷ് സിറ്റിസൺഷിപ്പ് അപ്രൂവ് ആയത്. ലിവിംഗ് കോസ്റ്റിൽ വന്നിട്ടുള്ള മാറ്റവും ഹൗസിംഗ് ഷോർട്ടേജും മറ്റൊരു കാരണമാണ്. ലിവിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പാർട്ട്മെന്റ്സിന്റെ റെന്റ്, അതുപോലെ തന്നെ ഗ്രോസറീസ്, ട്രാവൽ എക്സ്പെൻസ് എല്ലാം ഇൻക്ലൂഡ് ആയി വരും. ഇപ്പോൾ സ്റ്റോക്ക്ഹോം പോലത്തെ ഒരു സിറ്റിയിൽ ഒരു 1 BHK അപ്പാർട്ട്മെന്റ് റെന്റിന് എടുക്കണമെങ്കിൽ ഏകദേശം 12,000 ടു 15,000 ക്രോണയാണ് മാസം വാടക വരുന്നത്. നാട്ടിലെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് 1 lakh എബോ ആണ്. പിന്നെ ഹൗസിംഗ് ഷോർട്ടേജ്. ഇവിടെ ഓരോ ഹൗസിംഗ് കിട്ടണമെങ്കിലും ഇപ്പൊ സ്റ്റുഡൻസിനായിക്കോട്ടെ അല്ലാണ്ട് വർക്ക് വിസയിൽ വരുന്നവരായിക്കോട്ടെ ഹൗസിംഗ് കിട്ടണമെങ്കിൽ ലോങ് ക്യൂ ആണ്. അപ്പൊ അതും നമ്മൾ ഈ ഒരു ലോങ് ക്യൂവിൽ നിന്നും മടുക്കുമ്പോൾ അപ്പാർട്ട്മെന്റ്സ് കിട്ടുന്ന റെന്റിന് എത്രയാണോ അത് നോക്കാണ്ട് നമ്മൾ എടുക്കാൻ നിർബന്ധിതരാകും. മാത്രമല്ല, ഗ്രോസറീസിൽ വന്നിട്ടുള്ള പ്രൈസ് ഹൈക്ക് ഈ ഒരു കഴിഞ്ഞ 2-3 വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓരോ സിറ്റീസ് അനുസരിച്ചും ഗ്രോസറീസിന്റെ പ്രൈസിൽ ചേഞ്ചസ് ഉണ്ട്. അതിനെതിരെ ഇവിടെ സ്വീഡിഷുകാരനെ പ്രൊട്ടസ്റ്റ്, ബോയ്ക്കോട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റഡി വിസയിലോ അല്ലെങ്കിൽ വർക്ക് വിസയിലോ വരുന്ന ഒരാള് 12,000 അല്ലെങ്കിൽ 15,000 ക്രോണ മാസം റെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൂടാതെ ഇപ്പോ സ്റ്റുഡന്റ് ആയിട്ട് വരുന്ന ഒരാൾക്ക് വർക്ക് ചെയ്യാൻ ലിമിറ്റ് ഉണ്ട്. ഇത്ര ടൈം അല്ലെങ്കിൽ ഈ വീക്കിൽ ഇത്ര അവറെ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ വർക്ക് ചെയ്തിട്ട് ഈ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാലറി കിട്ടുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ജോബ് മാർക്കറ്റിൽ വന്നിട്ടുള്ള ചലഞ്ചസും മറ്റൊരു ഫാക്ടറാണ്. ജോബ് ഓപ്പണിങ്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. മാത്രമല്ല, ലേ ഓഫ് കൂടി. ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ലേ ഓഫ് ആവുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു ജോബ് കണ്ടുപിടിക്കാൻ വെറും 3 മാസം സമയമുള്ളൂ. ആ ഒരു 3 മാസ സമയത്ത് നമുക്ക് മറ്റൊരു ജോബ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വീഡൻ വിട്ട് നമ്മൾ തിരിച്ചു പോകണം.
പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസിന് ജോബ് കിട്ടാനില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ വരുന്നുണ്ട്. മാത്രമല്ല സ്വീഡനിലെ കമ്പനികൾ അവരുടെ ഹയർ പൊസിഷൻസിലേക്ക് കൂടുതലും സ്വീഡിഷ് ആൾക്കാരെയാണ് പ്രിഫർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്ത് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻസിന് ഇവിടെ വന്നിട്ട് ഹയർ പൊസിഷൻസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ കൺസിഡർ ചെയ്യുന്നില്ല. ഇതെല്ലാം കൂടാണ്ട് ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് പഠിച്ചു കഴിഞ്ഞ് ഒരു വർക്ക് വിസ അല്ലെങ്കിൽ ഒരു വർക്ക് ഓഫർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വർക്ക് വിസയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഈവൻ അസൈലത്തിൽ വന്ന് ജോബ് വിസയിലേക്ക് മാറുന്നവർക്കും സ്വീഡൻ വിട്ട് എക്സിറ്റ് ചെയ്താൽ മാത്രമേ വർക്ക് വിസയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇതിന്റെ ഒരു പ്രധാന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ജോബ് വിസ കിട്ടുമെന്ന് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. മേ ബി റിജക്ഷൻസ് വരാം. ആ ഒരു സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്ത് പിന്നെ നമുക്ക് സ്വീഡനിലേക്ക് തിരിച്ചു വരാനും പറ്റില്ല, ജോബ് കിട്ടിയ ഓഫർ പോവുകയും ചെയ്യും. അതും ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ്. പിന്നെ ഇപ്പോ യൂറോപ്പിലെ തന്നെ വലിയ ശക്തികളല്ലാത്ത കൺട്രീസ്, അതായത് എക്കണോമിക്കലി അത്ര സ്ട്രോങ് അല്ലാത്ത കൺട്രീസിൽ നിന്ന് ജോബ് നോക്കി ഒരുപാട് പേര് ഇപ്പൊ സ്വീഡനിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവർ EU സിറ്റിസൺസ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ മറ്റു രാജ്യത്തെ ആൾക്കാരെക്കാൾ കൂടുതൽ അവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് സ്വീഡൻ. കാരണം അവർക്ക് വർക്ക് വിസേന്റെ റിക്വയർമെന്റ് ഇല്ല, ജസ്റ്റ് അവർക്ക് ജോബ് കൊടുത്താൽ മതി. നെക്സ്റ്റ് വരുന്ന ഒരു ഇഷ്യൂ ആണ് ടാക്സ് ബർഡൻ. സ്വീഡനിൽ നമുക്ക് വരുമാനം അനുസരിച്ച് ഏകദേശം 30-60% വരെയാണ് നമ്മൾ ഇൻകം ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടത്. അത് മാത്രമല്ല നമുക്ക് ടാക്സ് റിട്ടേണും ഇവിടെ ഭയങ്കര കുറവാണ് ബാക്കി രാജ്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നമ്മളിങ്ങനെ പേ ചെയ്യുന്ന ടാക്സസ് ഒക്കെ ഇവർ പബ്ലിക് സർവീസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ ഒരു ഹെൽത്ത് കെയർ ഇതെല്ലാം ഭയങ്കര ഡിലേ ആണ് ഇവിടെ. നമുക്കൊരു പനി അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ലോങ് വെയിറ്റ് ആണ്. ഈവൻ മന്ത്സ് അല്ലെങ്കിൽ ഒരു 2 വീക്സ് 3 വീക്സ് ഒക്കെയാണ് മിനിമം ടൈം എടുക്കുന്നത് നമുക്കൊരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ. അല്ല ഇനി അത്രയും സീരിയസ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ അപ്പോയിന്റ്മെന്റ് പെട്ടെന്ന് തന്ന് നമ്മളെ പരിശോധിക്കുക അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോവുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ലോങ് വെയിറ്റ് ആണ് ഒരു ഡോക്ടറെ കാണാൻ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഇത്രയും ടാക്സ് നമ്മൾ പേ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പബ്ലിക് സർവീസിൽ ഇത്രയും ഡിലേ വരുന്നതും രാജ്യം വിട്ടു പോകാൻ ഇന്ത്യൻസിന് മറ്റൊരു കാരണമായിട്ട് കൺസിഡർ ചെയ്യാം. ഇന്ത്യക്കാർ സ്വീഡൻ വിട്ടുപോകാൻ മറ്റൊരു കാരണമാണ് ലാംഗ്വേജ് ബാരിയർ. സ്വീഡിഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. ഭയങ്കര ടൈം എടുത്തിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫ്ലുവൻസിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെയുള്ള ഒട്ടുമിക്ക ആളുകളും ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആണ്, ഇംഗ്ലീഷ് ജോബ്സും അവൈലബിൾ ആണ്. ബട്ട് നമ്മളൊരു നല്ല പൊസിഷൻസിലേക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്വീഡിഷ് ലാംഗ്വേജ് നമുക്കൊരു ബാരിയർ ആയിട്ട് വരാം. പിന്നെ ഇവിടെ ഒരു ലോക്കൽ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ചുകൂടി ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക, അതിനൊക്കെ ഈ ഒരു ലാംഗ്വേജ് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബസ്സിലും അതുപോലെ തന്നെ ട്രെയിനിലൊക്കെ വരുന്ന അനൗൺസ്മെന്റ് സ്വീഡിഷിലാണ്. അപ്പൊ നമുക്ക് അത് മനസ്സിലാവാത്ത സിറ്റുവേഷൻസ് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ സ്വീഡിഷ് ആൾക്കാർ ഭയങ്കര ടോക്കറ്റീവ് ആണ്, ഭയങ്കര പൊളൈറ്റ് ആണ്, ഫ്രണ്ട്ലി ആണ്. പക്ഷെ അവരെപ്പോഴും ഒരു ഡിസ്റ്റന്റ് കീപ്പ് ചെയ്തിട്ട് ഇപ്പോ നമ്മളടുത്ത് ബിഹേവ് ചെയ്യുകയാണെങ്കിലും ഓവറായിട്ട് ഫ്രണ്ട്ലി ആവാണ്ട് ഒരു ഡിസ്റ്റന്റ് കീപ്പ് ചെയ്തിട്ടാണ് അവർ പെരുമാറുക. അപ്പൊ അതും പിന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഇപ്പൊ ജോലിയിലായിക്കോട്ടെ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ലൈഫിലായിക്കോട്ടെ ബുദ്ധിമുട്ട് വരും. ഇനിയിപ്പോ PR കാര്യത്തിലാണെങ്കിലും ലാംഗ്വേജ് ടെസ്റ്റ് കാര്യങ്ങൾ നിർബന്ധമാക്കാൻ പോകണം. അപ്പൊ ലാംഗ്വേജ് ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും PR നല്ലൊരു ജോബിലേക്കോ ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ല. ഇതും ഈ ഒരു ബൾക്ക് റിവേഴ്സ് മൈഗ്രേഷന്റെ റീസൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ലോങ് ഡാർക്ക് വിന്റേഴ്സും ക്ലൈമറ്റും മറ്റൊരു റീസൺ ആയിട്ട് നമുക്ക് പറയാം. പക്ഷേ ഒരുപാട് ആൾക്കാരൊന്നും അത് അഫക്ട് ചെയ്തിട്ടുണ്ടാവില്ല. വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സ്വീഡൻ വിട്ടു പോകാൻ കാരണമായിട്ടുണ്ടാവുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിന്റർ സമയത്ത് ജസ്റ്റ് ഒരു 3-4-5 മണിക്കൂറൊക്കെ പകൽ വെളിച്ചം ഉണ്ടാവുള്ളൂ, ബാക്കി ഫുൾ ടൈം ഇരുട്ടാണ്. ചിലർക്ക് അതൊരു ഡിപ്രഷനോ വൈറ്റമിൻ ഡിന്റെ കുറവ് അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസിലേക്ക് ഹെൽത്ത് ഇഷ്യൂസിലേക്ക് നയിക്കും. അപ്പൊ അതും ഒരു കാരണമായിട്ട് നമുക്ക് ഈ ഒരു ഇന്ത്യൻസിന്റെ തിരിച്ചുപോക്കിൽ കൺസിഡർ ചെയ്യാം. ഇത്രയൊക്കെ കാരണങ്ങൾ സ്വീഡൻ വിട്ടു പോകാനോ അല്ലെങ്കിൽ നിലവിലെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും വീണ്ടും ആൾക്കാർ സ്വീഡൻ ചൂസ് ചെയ്യാനും 2-3 കാരണങ്ങളുണ്ട്. പ്രധാനമായും ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈല്, അതുപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ്, മാത്രമല്ല ഇപ്പൊ നമുക്ക് ഒരു ജോലിയിലേക്ക് കയറുകയാണെങ്കിലും ഓവർ പ്രഷറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കുറച്ചുകൂടെ കാം ആൻഡ് കൂളായിട്ട് ജീവിക്കാൻ പറ്റിയൊരു കൺട്രിയാണ് സ്വീഡൻ. പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, മാത്രമല്ല ഭയങ്കര ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് സ്വീഡൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് നല്ലൊരു ഭാവി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന പാരന്റ്സ് ആണെങ്കിലും സ്വീഡൻ ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും.
ഇങ്ങനത്തെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് തന്നെ നിലവിൽ ഇപ്പോഴും സ്വീഡൻ ചൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ പോരാത്തതിന് ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്, നല്ല റിസർച്ച് ഓപ്ഷൻസ്, സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങളും സ്വീഡന്റെ പ്ലസ് പോയിന്റ്സ് ആണ്. എങ്ങോട്ടാണ് ഇന്ത്യൻസ് തിരിച്ചു പോകുന്നത് കൂടുതലെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലേക്ക് പോകുന്നവരുണ്ട് കൂടുതൽ, IT മേഖല അങ്ങനത്തെ കാര്യങ്ങളിലേക്ക്. മാത്രമല്ല UAE പോലത്തെ ടാക്സ് ഭയങ്കര കുറവായിട്ടുള്ള കൺട്രീസിലേക്ക് പോകുന്നവരുണ്ട്. ജർമ്മനി, കാനഡ, US ഇവിടെയൊക്കെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് നോക്കി പോകുന്നവരുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഈ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലുള്ള കുട്ടി ഇവിടെ വർക്ക് ചെയ്തിരുന്നായിരുന്നു. ആ കുട്ടിക്ക് ബെറ്റർ ഒരു ഓപ്ഷൻ US കിട്ടി, US ചൂസ് ചെയ്തു, സ്വീഡനോട് ഗുഡ് ബൈ പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ കാരണങ്ങൾ ഉണ്ടെങ്കിലും നിലവിലും സ്റ്റുഡൻസ് നമുക്ക് എൻക്വയറി ചെയ്യുന്നുണ്ട് ഇവിടെ എങ്ങനെയുണ്ട്, എന്താണ് സിറ്റുവേഷൻ എന്ന് ചോദിച്ചിട്ട്. ഞങ്ങളും ഇങ്ങോട്ട് 2024 വന്നത്. ഞങ്ങൾക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഇത്തരം റിക്വയർമെന്റ്സ് കാര്യങ്ങളൊന്നും ഞങ്ങൾ എൻക്വയറി ഇല്ല. കാരണം നല്ലൊരു LLM എടുക്കുക എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് വൈഫ് സ്വീഡൻ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റുവേഷൻസിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാം. നിലവിൽ ഇപ്പം ഇങ്ങോട്ട് വരുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ വർക്ക് വിസയിലോട്ടോ ആയിട്ട് വരുന്നുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.